ഹായ് എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ വേർബ് ഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വേർബ്, ഇപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് സ്റ്റഡി എന്ന് പറയുന്ന വേർബാണ് യൂസ് ചെയ്യുന്നത്. STUDY, സ്റ്റഡി. ഈ ഒരു വേർബിനെ 5 രീതിയിൽ നമുക്ക് പറയാം. അതാണ് വേർബ് ഫോംസ് എന്ന് പറയുന്നത്. അതായത് V1, V2, V3, V4, V5. 5 രീതിയിൽ സ്റ്റഡി എന്ന് പറയുന്ന വാക്ക് പറയാൻ പറ്റും. V1 ആണ് സ്റ്റഡി. V2 ആകുമ്പോൾ അത് സ്റ്റഡീഡ് എന്നുള്ള വാക്കാവും, സ്റ്റഡീഡ്. V3യും സ്റ്റഡീഡ് എന്ന് തന്നെയാണ്. V4 സ്റ്റഡിയിങ്. V5 സ്റ്റഡീസ്. ഒരു വാക്കിന്റെ, ഒരു വേർബിന്റെ ഈ 5 ഫോംസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരും. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നലെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാൻ പോണത്, ഇക്കാര്യങ്ങളെല്ലാനും നമുക്ക് ഈ വേർബ് ഫോംസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒരു മാത്സ് പഠിക്കുന്ന കുട്ടി ഇക്വേഷൻസ് എഴുതി വെച്ച് പഠിക്കും അല്ലെ. ഒരു വീട്ടിൽ നമുക്ക് ഒരു മാത്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് കാണാം, ഈ പറയുന്ന ചാർട്ട് ഉണ്ടാവും, അതിൽ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടാവും. ഒരു ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ വേർബ് ഫോംസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രീതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, അതായത് ഞാൻ എന്നും ഇംഗ്ലീഷ് പഠിക്കും എന്നാണ് പറയുന്നതെങ്കിൽ, അതായത് ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇവിടെ ഇതിന്റെ മീനിങ് എന്താ? ഞാൻ എന്നും ഇംഗ്ലീഷ് പഠിക്കും എന്നാണ്. അതായത് V1 സ്റ്റഡി എന്ന് പറയുന്ന ഈ V1 സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഒരു ഹാബിറ്റ്, നമ്മളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ, നമ്മുടെ റൂട്ടീനിലുള്ള കാര്യം, അത് പറയാനായിട്ടാണ് V1 ഉപയോഗിക്കുക. പക്ഷേ ഈ V1 നമ്മൾക്ക് I, you, we, they ഈ 4 വാക്കുകളുടെ കൂടിയാണ് ഈ V1 ഉപയോഗിക്കുക. I study English, you study English, we study English, they study English. എന്നാൽ അവൾ എന്നും ഇംഗ്ലീഷ് പഠിക്കുന്നു നമുക്ക് ഈ V1 ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. അതിനാണ് V5. അതായത് അവൾ ഇംഗ്ലീഷ് എന്നും പഠിക്കുന്നു പറയണമെങ്കിൽ she studies English എന്നാണ് പറയാം. കണ്ടോ? അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ടത് V5. ഓക്കെ, അപ്പോ V5 എവിടേക്ക് ഉപയോഗിക്കുക? he, she, it. ഈ 3 വാക്കുകളുടെ കൂടെ V5ഉം I, you, we, theyയുടെ കൂടെ V1 ഉപയോഗിക്കണം. V1ന് വേറൊരു യൂസും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യം പറയാനായിട്ട്, ഞാൻ നാളെ ഇംഗ്ലീഷ് പഠിക്കാം, അതെങ്ങനെ പറയാം? I will study English tomorrow. അവിടെ എന്താണ്? I കഴിഞ്ഞിട്ട് will എന്ന് പറയുന്ന വാക്ക് വന്നു, പ്ലസ് ഈ V1 വന്നു. അതായത് I will study English tomorrow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ഇംഗ്ലീഷ് പഠിക്കാം. കണ്ടോ? അപ്പോഴും V1 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റഡീഡ്. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു, അതെങ്ങനെ പറയാ? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അവിടെ V2 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട്, അതായത് കംപ്ലീറ്റ് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാനായിട്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോഴാണ് V2 ഉപയോഗിക്കുക. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഓക്കെ, ഇന്നലത്തെ കാര്യം, അല്ലെങ്കിൽ അത് ലാസ്റ്റ് വീക്ക്, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ലാസ്റ്റ് വീക്ക്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇംഗ്ലീഷ് പഠിച്ചു. അതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നമ്മളത് ചെയ്ത് തീർന്നു. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പറയാനാണ് V2 ഉപയോഗിക്കുക. ഇനി അടുത്തത് V3 ഇച്ചിരി ടഫാണ്, അതായത് അധികം ടഫല്ല, ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ V4 ഭയങ്കര എളുപ്പമുള്ളതാ. V4 അത് പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാണ്, അതെങ്ങനെ പറയാ? ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇപ്പൊ പഠിക്കുന്നു, അതായത് നമ്മൾ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാനായിട്ട് സ്റ്റഡിയിങ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അത്രയും കോംപ്ലക്സിറ്റി ഞാൻ പോണില്ല, ജസ്റ്റ് ഇത് ശ്രദ്ധിക്കുക. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നൗ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാണ്. ഞാനിപ്പോ ക്രിക്കറ്റ് കളിക്കാണ്, എങ്ങനെ പറയാ? ഐ എം പ്ലേയിങ് ക്രിക്കറ്റ്. കണ്ടോ? അതായത് V4 ഒരു വേർബിന്റെ കൂടെ ING ഉപയോഗിക്കുക, അതാണ് V4.
ഇവിടെ സ്റ്റഡിങ് ആണ് പറഞ്ഞത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാനായിട്ട് ഈ പറയുന്ന V4 യൂസ് ചെയ്യും. ഇനി ഈ പറയുന്ന V3 എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞുതരാം. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇവിടെ V3 ആണ് യൂസ് ചെയ്തത്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈഫിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ അവരാദ്യം ബുക്ക് എടുത്തിട്ട് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ. അവിടെ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അവർ ഇന്നലെ ഇരുന്ന് പഠിച്ചു എന്നല്ല, ലൈഫിൽ അവർ പഠിച്ചിട്ടുണ്ട്. അവരുടെ പണ്ട് എപ്പോഴും ഇവർ ചെയ്തേക്കുന്ന കാര്യം ഇപ്പോഴത്തെ ലൈഫിനോട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ പലവരും ഇന്റർവ്യൂവിന് പോകുമ്പോൾ പറയില്ലേ, ഐ ഹാവ് കംപ്ലീറ്റഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ്, അങ്ങനെ പറയും. അതിന്റെ അർത്ഥം എന്താ? ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ അന്ന് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം ഇവിടെ റെലവെന്റ് ആണ്. അവിടെ യൂസ് ചെയ്യേണ്ടത് ഐ ഹാവ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ അത് വേണം. ആ കേസ് പറയാനായിട്ട് ഹാവ് പ്ലസ് V3, IUVയുടെ കൂടെ ഹാവ് പ്ലസ് V3, ഹി ഷീറ്റിന്റെ കൂടെ ഹാസ് പ്ലസ് V3. കണ്ടോ? അതങ്ങനെ പറയും. ഇപ്പൊ നിങ്ങൾക്ക് വേർബ് ഫോംസ് ഈ പറയുന്ന 5 രീതിയിൽ ഉള്ള വേർബ് ഫോംസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ പറയുന്ന ഈ ഒരു വാക്ക് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ ഒരുപാട് വേർബ്സ് ഉണ്ട്, അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.